അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡോ മുസ്ലിം കൾച്ചർ എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇസ്ലാമിൻ്റെ വരവ് പ്രോഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നതായി നമുക്കറിയാം. മാലിക് ഇബ്നു ദീനാറും സംഘവും ആദ്യമായി എത്തുന്നത് കേരളത്തിലാണ്. അവിടെ നിരവധി കാലം താമസിക്കുകയും നിരവധി മസ്ജിദുകളുടെ നിർമ്മാണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ആദ്യമായി തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഇസ്ലാമിക സാന്നിധ്യത്തെ വേരുറപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ മസ്ജിദുകളുടെ നിർമ്മാണം സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും അവിടുത്തെ ജനങ്ങളുമായി നിരവധി മേഖലകളിൽ സംവാദം നടത്തുവാനുള്ള സാധ്യതകൾ ഒരുക്കിയതുകൊണ്ടും ഇസ്ലാമിൻ്റെ പ്രചാരണം ആദ്യം കേരളത്തിൽ തന്നെ നടന്നതായി നമുക്ക് കാണുവാൻ കഴിയും. താഴേക്കിടയിലുള്ള ആൾക്കാരിൽ കൂടുതൽ ഇസ്ലാം എത്തുന്നതും അതുപോലെ തന്നെ ഇവരുടെ കച്ചവട മേഖലയിലുള്ള പ്രാവീണ്യവും അവർക്ക് ജനങ്ങൾക്കിടയിൽ നല്ലൊരു സ്ഥാനം ലഭിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. ഈ ഒരു തുടക്കം തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ മുസ്ലിങ്ങളുടെ ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ തുടക്കം കുറിക്കലിനും കൂടി കാരണമാവുന്നുണ്ട്. സാധാരണ ഇസ്ലാമിക ചരിത്രം സംസാരിക്കുമ്പോൾ പൊതുവെ ഇന്ത്യൻ ചരിത്ര രചനകളിൽ മുസ്ലിങ്ങളെ അധിനിവേശകരായും പുറത്തുനിന്ന് ആക്രമണം നടത്തിക്കൊണ്ട് അധികാരത്തിലേറിയവരായും ചിത്രീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ കേരളത്തിലേക്കുള്ള മാലിക് ഇബ്നു ദീനാറിൻ്റെയും സംഘത്തിൻ്റെയും വരവ് വളരെ സമാധാനപരവും അതുപോലെ തന്നെ പ്രബോധനവും കച്ചവടവും ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു വ്യവഹാരമായിരുന്നു എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് എത്രത്തോളം ഇന്ത്യൻ മുസ്ലിം ഹിസ്റ്ററിയെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ വരവ് മുസ്ലിങ്ങളുടെ ഇന്ത്യയിലേക്കും അതിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്കുമുള്ള അവരുടെ വരവ് നേരത്തെ വിശദീകരിച്ചതുപോലെ കേരളത്തിലെ അതുപോലെ പൊതുവായി ഇന്ത്യയിലെയും മുസ്ലിങ്ങളുടെ ഒരു സാംസ്കാരിക പൈതൃകം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് വടക്കൻ ഇന്ത്യയിലേക്കുള്ള നോർത്ത് ഇന്ത്യൻ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കുമുള്ള മുസ്ലിങ്ങളുടെ ഒരു ഒഴുക്കുണ്ടാവുന്നത്. അതിൽ രണ്ടാമത്തെ കാരണമായി വരുന്നത് 712 കാലഘട്ടങ്ങളിൽ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സൈനിക പര്യടനമാണ്. ഈ സൈനിക പര്യടനം സംഭവിക്കുന്നത് പോലും അതൊരു മിലിറ്ററി അറ്റാക്ക്, ഒരു ഒഫൻസീവായ അറ്റാക്ക് എന്നതിന് പകരം ഒരു ഡിഫൻസീവായ മിലിറ്ററി ആക്ഷൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഹജ്ജാജ് ബിൻ ബസ്ര അടക്കമുള്ള ഭാഗങ്ങളിൽ ഗവർണറായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭാഗത്തിലേക്കും സിലോൺ ഭാഗങ്ങളിലേക്ക് കണക്ട് ചെയ്തു വന്നിരുന്ന ഒരു ഹാജി ഗ്രൂപ്പുകളെ അവരുടെ കപ്പലിനെ അവിടുത്തെ സിന്ധ് കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന കിങ് ദാഹിറിൻ്റെ നേതൃത്വ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു പറ്റം കടൽ കൊള്ളക്കാർ പിടിച്ചു വെക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്ത വാർത്ത ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ അടുത്തേക്ക് എത്തുകയും അദ്ദേഹം അയച്ച ആദ്യം സൈന്യം അയക്കുകയും അത് വിജയിക്കാതിരുന്നപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വയം അനന്തരവനായിരുന്ന മുഹമ്മദ് ബിൻ ഖാസിമിനെ 712 പശ്ചാത്തലത്തിൽ സിന്ധ് ഭാഗത്തേക്ക് അയക്കുകയും അദ്ദേഹം ഇവിടെ വന്ന് ഇവിടെയുള്ള കടൽ കൊള്ളക്കാരെ അറ്റാക്ക് ചെയ്യുകയും അവരെ പിടിച്ചു വച്ചിരുന്ന ഹാജി ഗ്രൂപ്പിനെ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഡിഫൻസീവായ ഒരു മിലിറ്ററി ആക്ഷൻ തന്നെയാണ് എന്നുള്ളതാണ് ചരിത്രം. അതിനുശേഷം അദ്ദേഹം സിന്ധ് ഭരിക്കുകയും ഏകദേശം 712 മുതൽ 714 വരെയുള്ള കാലഘട്ടങ്ങളിൽ സിന്ധ് ഭരിക്കുകയും ഇവിടെ മൻസൂറ എന്ന് പറയുന്ന ഒരു നഗരം രൂപീകരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ഒരു അർബണൈസേഷൻ, ഒരു നഗരവൽക്കരണത്തിന് തന്നെ തുടക്കം കുറിക്കുന്നതിൽ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ഉമയ്യ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലുള്ള മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ഭരണത്തിൽ കഴിഞ്ഞു എന്നും നമുക്ക് ചരിത്രപരമായി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം, അദ്ദേഹം ഇവിടെ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബൈത്തുൽ മാലിൽ നിന്ന് പോലും പൂജാരികൾക്കും ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും കാര്യസ്ഥന്മാർക്കും അങ്ങനെ
ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാവർക്കും ശമ്പളം പോലും നിർണിതമായി നിശ്ചയിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ആ ഒരു തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് വ്യവസ്ഥ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. മറ്റൊന്ന്, മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മറ്റൊരു സ്വഭാവമായിരുന്നു. അദ്ദേഹം ഇവിടെയുള്ള ഹിന്ദു സൊസൈറ്റിയെ എങ്ങനെയാണ് ഇസ്ലാമികമായി വീക്ഷിക്കേണ്ടതെന്നുള്ള ഒരു ചർച്ച ഉയരുകയും അദ്ദേഹം ബനു ഉമയ്യ ഖിലാഫത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മെസ്സഞ്ചറിനെ അയക്കുകയും അവിടുന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അഭിപ്രായം ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഷിബ്ഹ് അഹ്ലെ കിതാബ് എന്ന രീതിയിൽ, അഹ്ലെ കിതാബിനെ പോലുള്ള വിഭാഗം എന്ന രീതിയിലാണ് കാണേണ്ടത് എന്നുള്ള അഭിപ്രായം ലഭിക്കുകയും ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിലെ ഹിന്ദുക്കളോടുള്ള സമീപനം പുലർത്തുകയും ചെയ്തതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഇന്ത്യയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വ്യവസ്ഥയിൽ പോലും അതിനെ ഒരു ഇസ്ലാമികമായ വീക്ഷണത്തിലൂടെ കൊണ്ട് നയിച്ച ആളാണ് മുഹമ്മദ് ബിൻ ഖാസിം. അദ്ദേഹത്തിൻ്റെ 2 വർഷക്കാലഘട്ടത്തെ ഭരണം ഒരുപക്ഷെ സിന്ധ്, മൻസൂറൻ ഭാഗങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തുകയും ചരിത്രപരമായ ചില രേഖകൾ കാണാൻ കഴിയുന്നത് അദ്ദേഹം തിരിച്ചു വിളിക്കപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു പോലും ഇവിടുത്തെ ആൾക്കാർ ആദരപൂർവ്വം നിർമ്മിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ആ ഒരു തരത്തിൽ രണ്ടാമത് ഇന്ത്യയിലേക്ക് എത്തിയ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സംഘം ഇവിടെ ആ ഒരു അത്രത്തോളം അഗാധമായ സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പിന്നീടാണ് ആയിരങ്ങൾക്ക് അവസാനത്തിന് ശേഷം ഗസ്നവിമാരുടെയും ഊരിമാരുടെയും വരവുണ്ടാവുന്നത്. ഒരുപക്ഷെ ഇവരുടെ ചരിത്രത്തിലാണ് സൈനികമായ ഒരു അറ്റാക്കിൻ്റെ സാധ്യത ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ചില അമ്പലങ്ങളും അതിനോടനുബന്ധിച്ച സ്ഥാപനങ്ങളും കൊള്ളയടിച്ചിരുന്നു എന്നുള്ളതും കൂടി സത്യമാണ്. പക്ഷേ ഗസ്നവിമാരുടെ കാലത്തു തന്നെ ഇന്ത്യൻ കൾച്ചറിനെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനിടയിലെ ചിന്തകളുടെയും അനുഷ്ഠാനങ്ങളെയും അവരുടെ ആചാരങ്ങളും അവരുടെ തത്വചിന്തയും എല്ലാം പഠിക്കുന്ന തരത്തിലേക്ക് ഗസ്നവിമാരുടെ കാലത്ത് പോലും വലിയൊരു വികാസം സംഭവിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതിന് അബൂ റൈഹാൻ അൽ ബിറൂനി അടക്കമുള്ള ആൾക്കാരെ ഗസ്നവി ഇങ്ങോട്ട് കൊണ്ടുവരികയും അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം നിരവധി പഠനങ്ങൾ, ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള നിരവധി പഠനങ്ങൾ സംസ്കൃത ഭാഷ പഠിച്ചുകൊണ്ട് തന്നെ സമർപ്പിക്കുകയും കിതാബുൽ ഹിന്ദ് പോലുള്ള ബൃഹത്തായ രചന അദ്ദേഹം രചിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അൽ ബിറൂനിയെ ഫാദർ ഓഫ് ഇൻഡോളജിയുടെ പിതാവ് എന്ന പേരിൽ വിളിക്കപ്പെടാനും കാരണമാവുന്നത്. അതായത് ഒരു മിലിറ്ററി ആക്ഷനിലൂടെ തന്നെയാണ്, ഒഫൻസീവായ മിലിറ്ററി ആക്ഷനിലൂടെയാണ് ഗസ്നവികൾ വരുന്നതെങ്കിൽ പോലും അവരുടെ വരവിലൂടെ ഉണ്ടായ ഒരു പോസിറ്റീവായ വശം ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളൊരു രീതി ഉണ്ടാവുകയും അതൊരു ഏരിയ സ്റ്റഡീസായ എത്നോഗ്രഫി എന്ന രീതിയിലോ അല്ലെങ്കിൽ ആന്ത്രപ്പോളജി എന്ന നിലയിലൊക്കെയും വിളിക്കപ്പെടാൻ പറ്റുന്ന ഒരു തരത്തിൽ ബൃഹത്തായ വർക്കുകൾ ഉണ്ടാവുന്നതിലും ഒരു കാരണമായി എന്നുള്ളതും ഒരു പോസിറ്റീവായ ചരിത്രവും കൂടിയാണ്. അതിനുശേഷം ഓരികളുടെ ഭരണത്തിന് ശേഷമാണ് ഇന്ത്യയിലെ തന്നെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇന്ത്യൻ ഭരണഘടനയിലെയും ഭരണകൂട രീതികളിലൂടെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയും തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അത് അടിമ രാജവംശത്തിൻ്റെ തുടക്കമാണ്. കുത്തുബുദ്ദീൻ ഐബക്ക് ഏകദേശം 1206 പശ്ചാത്തലത്തിൽ ഇവിടെ ഭരണാധികാരിയായി മാറുന്നതും അത് മംലൂക്ക് സൽത്തനത്ത് എന്ന് പറയുന്ന സൽത്തനത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നതിന് കാരണമായി തീരുന്നുണ്ട്. കാരണം ഇത് പറയാനുള്ള പ്രത്യേക കാരണം ഇന്ത്യൻ സമൂഹത്തിൽ അധികൃതരായ ആൾക്കാർക്ക് മേലേൽക്കിടയിലുള്ള അധികാരം കൈമാറുക, വാണിജ്യ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുക, വൈജ്ഞാനിക ഉൽപാദനങ്ങളിൽ ഏർപ്പെടുക, വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുക, ഫിലോസഫി വിഷയങ്ങളൊക്കെ ഏർപ്പെടുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഹയർ സൊസൈറ്റി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് കരുതുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇതിനെല്ലാം മാറ്റിമറിക്കുന്ന രീതിയാണ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വരുത്തി തീർത്തത് എന്നുള്ളതാണ് ശരിയായ വസ്തുത. അതിന് തുടക്കം കുറിക്കുന്നത് പോലും മംലൂക്ക് കാലഘട്ടത്തിലൂടെയാണ്. ഒരു അടിമയായ ജനിച്ച അല്ലെങ്കിൽ അടിമയായി വളർന്ന എന്നാൽ കഴിവുള്ളതിൻ്റെ പേരിൽ അധികാരത്തിലെത്തുന്ന ഒരു സംവിധാനം ഇന്ത്യൻ സൊസൈറ്റിക്ക് കാണിച്ചു കൊടുത്തത് മംലൂക്ക് ഭരണ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് ശരിയായ ചരിത്ര വസ്തുത.
അദ്ദേഹത്തിന് ശേഷം മംലൂക്ക് കാലഘട്ടം ഉണ്ടാവുകയും മംലൂക്കുകൾക്ക് ശേഷം ഖിൽജികളും അതിനുശേഷം തുഗ്ലക്കുകളും സയ്യിദുകളും ലോധികളും ഏകദേശം മംലൂക്ക് സൽത്തനത്ത് ഇന്ത്യയിൽ ഉണ്ടാവുന്നത് 1206 മുതൽ 1526 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടം ഇന്ത്യൻ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ഡൽഹിയും ചുറ്റുപാടുമുള്ള പ്രദേശവും കേന്ദ്രീകരിച്ച് അവിടെ ഒരു നഗരവൽക്കരണത്തിലേക്ക് ഈ സൊസൈറ്റി നയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ രാജവംശങ്ങളെല്ലാം ക്യാപിറ്റലായി പ്രധാനമായും സ്വീകരിച്ചത് ഡൽഹിയായിരുന്നു. ചില സാഹചര്യങ്ങളിൽ കൊൽക്കത്ത, ബംഗാൾ പോലുള്ള ഭാഗങ്ങൾ സ്വീകരിക്കുന്നതായി കാണുവാൻ കഴിയും. ക്യാപിറ്റൽ സ്വീകരിക്കുക എന്നത് തന്നെ ഒരു പ്രദേശത്തിൻ്റെ നാഗരികമായ നഗരവൽക്കരണത്തിൻ്റെ വളർച്ചയ്ക്കും കൂടി പ്രധാന കാരണമായി മാറുന്നുണ്ട് എന്നതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ രാജവംശങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ടും അവരുടെ വൈജ്ഞാനിക വളർച്ചയും അവരുടെ നാഗരികമായ വളർച്ച, സാമ്പത്തിക രാഷ്ട്രീയമായ വളർച്ച എന്നിവയെല്ലാം ഈ നഗരങ്ങളെ കേന്ദ്രീകരിച്ചായി നടന്നതുകൊണ്ടും നിരവധി മദ്രസ സമുച്ചയങ്ങൾ, അതുപോലെ തന്നെ സറായികൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മസ്ജിദുകൾ, ഫോർട്ടുകൾ അടക്കമുള്ള നിരവധി ബിൽഡിങ്ങുകളുടെ നിർമ്മാണം സംഭവിക്കുന്നതും അതിന് ചുറ്റുപാടും കേന്ദ്രീകരിച്ച് ട്രേഡിംഗ് കമ്മ്യൂണിറ്റികൾ രൂപപ്പെടുന്നതുമെല്ലാം അവിടുത്തെ നഗര ജീവിതത്തിൻ്റെ ഒരു വലിയ വളർച്ചയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. ഈ ഡൽഹി സൽത്തനത്തിലെ ഭരണാധികാരികളെല്ലാം മറ്റു ഭാഷത്തു നിന്നാണ് വന്നതെങ്കിൽ പോലും പ്രത്യേകിച്ച് അറബ്, സെൻട്രൽ ഏഷ്യൻ, അഫ്ഗാൻ, തുർക്കിക്, ഇറാനി വംശജരാണ് ഇന്ത്യയിലേക്ക് വന്ന നല്ല ശതമാനം മുസ്ലിം വൈദേശികർ എല്ലാവരും. എന്നാൽ ഇവർ താമസിക്കുകയും ഇവിടെ തന്നെ ഭരിക്കുകയും ഇവിടുത്തെ സമ്പത്ത് ഉപയോഗിച്ച് ഇവിടുത്തെ ജനതയ്ക്ക് തന്നെ വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉപയോഗിച്ചത് കൊണ്ട് ഇന്ത്യക്കാരായി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവരിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇവരുടെ വൈദേശിക മുസ്ലിം ഭരണാധികാരിയുമായിട്ടുള്ള ബന്ധം ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പൈതൃകത്തെ വിദേശ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിൽ ഈ മംലൂക്ക് ഭരണകൂടങ്ങളും പ്രധാന റോള് വഹിച്ചിട്ടുണ്ട് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഡൽഹി സൽത്തനത്തിൻ്റെ കാലഘട്ടം അത് നോർത്ത് ഇന്ത്യൻ ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ പിന്നീട് അതേ സമയം തന്നെ കാശ്മീരുള്ള ഭാഗങ്ങളിലും ഈ ഭരണകൂടങ്ങളുടെ ചില ചരിത്ര നിമിഷങ്ങൾ എത്തിച്ചേരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതേ ഒരു പശ്ചാത്തലത്തിൽ ഏകദേശം 1527 മുതൽ 1686 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദക്കൻ സൽത്തനത്തിൻ്റെ കാലഘട്ടം, ദക്ഷിണേന്ത്യൻ മുസ്ലിം ഭരണകൂടത്തിൻ്റെ ചരിത്രം ഇവിടെയാണ് തുടങ്ങുന്നത്. അതിന് ദക്കൻ സൽത്തനത്ത് എന്നാണ് വിളിക്കപ്പെടുന്നത്. അതായത് അഹമ്മദ് നഗർ സൽത്തനത്ത്, ബേദാർ സൽത്തനത്ത്, ബീജാപ്പൂർ സൽത്തനത്ത്, ഗോൽക്കണ്ട സൽത്തനത്ത്, ബഹ്മനി സൽത്തനത്ത് എന്ന് വിളിക്കപ്പെടുന്ന വിവിധ സൽത്തനത്തുകൾ ഡെക്കൻ സൽത്തനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് കുത്തുബ് ഷാഹി ഭരണകൂടങ്ങളും നവാബ്, സുൽത്താൻ ഭരണകൂടങ്ങളും ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലും ഒരു നിർണിതമായ റോൾ വഹിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ മുസ്ലിം ഭരണകൂടങ്ങളുടെ ചരിത്രം ദക്ഷിണേന്ത്യൻ ഭാഗത്ത് പ്രത്യേകിച്ച് ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളും ചേർന്നുകൊണ്ടിട്ടുള്ള ഇവരുടെ ഈ ഭരണകാലഘട്ടം ഈ ഭാഗങ്ങളിലും വളരെ നിസ്തുലമായ സംഭാവനകൾ അർപ്പിക്കുന്നതിനും കാരണമാവുന്നുണ്ട്. അവിടെയും ഈ കാലഘട്ടങ്ങളിൽ നേരത്തെ മംലൂക്കുകൾക്ക് ശേഷം ഉണ്ടായ ബാക്കി ഡൽഹി സൽത്തനത്തുകളെല്ലാം ചെയ്തു പോയ അവരുടെ നഗരവൽക്കരണത്തിൻ്റെയും വിദ്യാഭ്യാസ ഉണർവിൻ്റെയും എല്ലാ സംഭാവനകൾ ഈ ദക്ഷിണേന്ത്യൻ ഡൽഹി സൽത്തനത്തും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് പ്രധാനപ്പെട്ട ഒരു സൽത്തനത്ത് ഇന്ത്യയിൽ ഉണ്ടാവുന്നത് മുഗൾ ഡൈനാസ്റ്റിയാണ്. 1526 പാനിപ്പത്ത് യുദ്ധത്തിൽ ലോധികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാബർ നടത്തുന്ന ആ യുദ്ധം, അതോടുകൂടി പിന്നീട് 1857 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മുഗൾ ഡൈനാസ്റ്റി ഒരുപക്ഷെ മധ്യ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സാമൂഹിക, മതപരമായ, രാഷ്ട്രീയപരമായ, സാംസ്കാരികപരമായ സംഭാവനകൾ അർപ്പിച്ച ഭരണകൂടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഭാഷാടിസ്ഥാനത്തിലാണെങ്കിലും രാഷ്ട്രീയാടിസ്ഥാനത്തിലാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് വ്യവസ്ഥയിലാണെങ്കിൽ പോലും ഈ മുഗൾ ഡൈനാസ്റ്റിയുടെ വളരെ സവിശേഷമായ സംഭാവനകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതേപോലെ തന്നെ നമ്മൾ പരാമർശിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയാണ് അറക്കൽ ഡൈനാസ്റ്റി. അറക്കൽ ഡൈനാസ്റ്റിയുടെ ചരിത്രം അതിന് തുടങ്ങുന്നത് 1547 മുതൽ 1819 വരെ നീണ്ടു നിൽക്കുന്ന 2-3 നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്.
ഈ ഒരു ചരിത്രം തെക്കൻ ഇന്ത്യയിലെ, അതും കേരളത്തിലെ കണ്ണൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം രാജവംശത്തിന്റെ ചരിത്രവും കൂടിയാണ്. ഒരുപക്ഷെ കണ്ണൂർ ഇന്ന് നിലനിൽക്കുന്ന ആഭിജാത്യം, അവരുടെ ഉന്നമനം, അവരുടെ വ്യാപാരമായ, അവരുടെ സാംസ്കാരികമായ, രാഷ്ട്രീയപരമായ ഉന്നമനത്തിന് പ്രധാന കാരണങ്ങളിലൊന്ന് അറക്കൽ ഡൈനാസ്റ്റിയും കൂടിയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ഇന്ത്യൻ ഓഷ്യൻ, അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ ഭാഗത്തുള്ള ബന്ധം, ഈജിപ്തിലെ മംലൂക്ക് ഭരണാധികാരിയുമായിട്ടുള്ള ബന്ധം, ഉസ്മാനി ഖിലാഫത്തുമായിട്ടുള്ള അവരുടെ ബന്ധം, അങ്ങനെ നിരവധി വൈദേശിക ശക്തികളുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ പോലും രൂപീകരിച്ച ഉസ്മാനികളുമായി പോലും നയതന്ത്രം രൂപീകരിച്ച ചരിത്രമാണ് അറക്കൽ ഡൈനാസ്റ്റിയുടെ ചരിത്രം. ഈ ബന്ധങ്ങളെല്ലാം ഇന്ത്യങ്ങളിൽ പ്രധാനമായും ഗസ്നബികൾക്ക് ശേഷം, ഓരിയകൾക്ക് ശേഷം ഡൽഹി സൽത്തനത്തും, അതുപോലെ തന്നെ ദക്കൻ സൽത്തനത്തും, മുഗൾ ഡൈനാസ്റ്റിയും, അറക്കൽ ബന്ധങ്ങളും, ഇതിന് ശേഷം പിന്നീട് രൂപപ്പെട്ട നവാബ് ഭരണകൂടങ്ങളും, ടിപ്പു സുൽത്താന്റെയും ഹൈദരാലിയുടെയും ഉസ്മാൻ അലി ഖാന്റെ അടക്കമുള്ള വിവിധ, ഹൈദരാബാദ്, മൈസൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള വിവിധ നവാബ് ഭരണകൂടങ്ങളും ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ തന്നെ ഒരു ഇൻഡോ മുസ്ലിം കൾച്ചറിൻ്റെ വളർച്ചയിൽ വളരെ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് ശരിയായ ചരിത്ര വസ്തുത. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു മേഖല, ഏതൊക്കെ മേഖലകളിലാണ് ഈ ഒരു ഇൻഡോ മുസ്ലിം കൾച്ചറിൻ്റെ വികാസം സംഭവിക്കുന്നത്. പ്രധാനമായും ലാംഗ്വേജ്, ഭാഷാടിസ്ഥാനത്തിലുള്ള ഇവരുടെ വളർച്ചയാണ്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ തന്നെയുള്ള അറബി മലയാള ഭാഷയാണ്. സ്വാഭാവികമായും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അറബി ഭാഷ വേദഭാഷയായി, വേദത്തിൻ്റെ ഭാഷയായി വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് തന്നെ, അത് മനസ്സിലാക്കുന്നു എന്നതുകൊണ്ട് തന്നെ മലയാളത്തിലേക്ക് ആ അറബി ഭാഷയുടെ ഒരു പരിവർത്തനം സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് അറബി മലയാള ഭാഷ എന്ന രീതിയിൽ മലയാളികൾ രൂപപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ പോലും അറബി ഭാഷ എന്ന് വിളിക്കപ്പെടുന്ന തമിഴ് അറബി ഭാഷ, ആ ഭാഷ പോലും അറബി മലയാളത്തെ പോലെ തന്നെ തമിഴ് മുസ്ലിങ്ങൾ രൂപീകരിച്ച മറ്റൊരു ഭാഷയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായ ഇന്ത്യ ഒട്ടാകെ രൂപപ്പെട്ട ഒരു മുസ്ലിം മാനിഫെസ്റ്റേഷനുള്ള ഭാഷയാണ് ഉറുദു എന്നത്. ഉറുദു മുസ്ലിങ്ങൾ മാത്രമല്ല സംസാരിക്കുന്നതെങ്കിൽ പോലും ഉറുദു എന്നത് മുസ്ലിം അടയാളമായി കരുതുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ നിലവിലുള്ളത്. അത് സ്വാഭാവികമായും രൂപീകരിക്കപ്പെടാൻ കാരണം അറബ്, പേർഷ്യൻ, തുർക്കിക്ക് അടക്കമുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന സൈനികന്മാർ ഇന്ത്യയിലേക്ക് വരികയും, ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ ഭരിക്കുകയും, ഇന്ത്യയിലുണ്ടായിരുന്ന ഹിന്ദുസ്ഥാനി ഭാഷയുമായിട്ടുള്ള ഒരു ആദാനപ്രദാനത്തിൻ്റെ ഫലമായി രൂപീകരിക്കപ്പെടുന്ന ഭാഷയാണ് ഉറുദു. അതുകൊണ്ട് തന്നെ അതിന് സൈന്യം എന്നാണ്, ലഷ്കർ എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ പറയുന്നത്. ഇതാണ് ഒരു ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ, ഭാഷാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ഇന്ത്യൻ സാംസ്കാരിക പരിസരത്തിൽ ചെലുത്തിയ പ്രധാന സ്വാധീനങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഏകദേശം ഹിന്ദി അടക്കം, ഹിന്ദുസ്ഥാനി, ഹിന്ദി അടക്കം, മലയാളത്തിലടക്കം അറബി ഭാഷയുടെ അല്ലെങ്കിൽ പേർഷ്യൻ, തുർക്കിക് ഭാഷകളുടെ ശക്തമായ സ്വാധീനം. നമ്മൾ സംസാരിക്കുന്ന ബർക്കത്താവട്ടെ, ഞാമത്താവട്ടെ, അത് ബർക്കത്തും ഞാമത്തും പോലുള്ള വർത്തമാനങ്ങൾ, അതുപോലെ തന്നെ വക്കാലത്ത്, വസിയത്ത് പോലുള്ള പദപ്രയോഗങ്ങളെല്ലാം ഉണ്ടാവുന്നത്, ആ പദപ്രയോഗങ്ങൾ മലയാള ഭാഷയിൽ ചെലുത്തുന്ന സ്വാധീനവും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഈ ഒരു തലത്തിൽ ഭാഷകളിൽ പോലും മുസ്ലിങ്ങളുടെ ശക്തമായ സ്വാധീനം നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്നാണ് ഇവിടുത്തെ ഇന്ത്യയിലെ ലൈഫ് സ്റ്റൈലിൽ, ജീവിത രീതികളുടെ സ്വാധീനം. അത് ഭക്ഷണത്തിലാവട്ടെ, അത് അറബി ഭക്ഷണ രീതികൾ, കഫ്സ അടക്കമുള്ള, കീമ, കുർമ, ബിരിയാണി അടക്കമുള്ള നിരവധി ഭക്ഷണ രീതികൾ ഇന്ത്യൻ ജനതയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതായി നൂറ്റാണ്ടുകളുടെ പഴക്കത്തിലൂടെ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്ന് ഡ്രസ് കോഡാണ്. അതായത് കമീസ്, ഷൽവാർ കമീസ്, കുർത്ത, പൈജാമ പോലുള്ള അബായ, പർദ്ദകളുടെയും ബുർക്കകളുടെയും വിവിധ രൂപങ്ങൾ, അങ്ങനെ സ്ത്രീകളുടെയും ആണുങ്ങളുടെയും വിവിധ വസ്ത്രരീതികൾ,
ഇവിടെ ഇന്ത്യൻ ജനതയിൽ ശക്തമായ സ്വാധീനം ചെന്നതായി കാണുവാൻ കഴിയും. കേരള തമിഴ്നാട് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന 4% കൈലി ലുങ്കികളുടെ അത് ഒമാനി ഭാഗത്തുള്ള സലാല ഭാഗത്തുള്ള അറബികളുടെ ഒരു കൾച്ചറുമായി ഏറെക്കുറെ താതാത്മ്യം പ്രാപിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിൽ ലൈഫ് സ്റ്റൈലിലേക്കും ഡ്രസ് കോഡുകളിലേക്കും ശക്തമായ സ്വാധീനം മുസ്ലിങ്ങളുടെ വരവിലൂടെ സംഭവിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഇൻഡോ മുസ്ലിം കൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല മതപരമായ വികാസമാണ്. സ്വാഭാവികമായും ഇസ്ലാം ഇവിടെ വരികയും നിരവധി നൂറ്റാണ്ടുകളിലൂടെയുള്ള മുസ്ലിങ്ങളുടെ ജീവിതവും പ്രബോധന പ്രവർത്തനങ്ങളുടെയും ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു സമൂഹത്തിനിടയിലും ജൈന ബുദ്ധ മത സമൂഹത്തിനിടയിലുമെല്ലാം ശക്തമായ സ്വാധീനം ചെലുത്തുന്നതായി ഇസ്ലാം മാറുന്നുണ്ട്. അതിൻ്റെ ഫലമായി തന്നെ ഒരു മതം തന്നെ രൂപീകരിക്കപ്പെടുന്ന സിഖ് മതം തന്നെ രൂപീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഗുരുനാനാക്ക്, അതിൻ്റെ സ്ഥാപകനായ ഗുരുനാനാക്ക് എല്ലാം അദ്ദേഹം ഒരു സൂഫി ആയിരുന്നു എന്നുള്ള കാഴ്ചപ്പാട് പോലും മുന്നോട്ട് വെക്കുന്നത് ചരിത്രപരമായി എഴുതപ്പെട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സിഖ് മതത്തിൻ്റെ വിവിധ വിശ്വാസ രീതികളെല്ലാം ഏകദൈവവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും അത് ഇസ്ലാമിൻ്റെ ശക്തമായ സ്വാധീനം അതിലുള്ളതായി നമുക്ക് കാണാം. അതുപോലെ സിഖ് മതത്തിന് തന്നെ വേദഗ്രന്ഥമായിരുന്ന ഗുരുഗ്രന്ഥ സാഹിബിൽ ഫരീദുദ്ദീൻ ബാബ ഫരീദ് പോലുള്ള പ്രധാനപ്പെട്ട സൂഫികളുടെ കവിതകൾ ഉൾപ്പെട്ടതായി നമുക്ക് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല മതപരമായ മേഖലയിൽ തന്നെയുള്ളതാണ് ഒരു സിൻക്രറ്റിക് സൂഫി സ്റ്റൈൽ രൂപപ്പെട്ടത്. അതായത് ഇർഷി എന്ന് വിളിക്കപ്പെടുന്ന സാധു എന്ന് വിളിക്കപ്പെടുന്ന അർത്ഥമുള്ള ഇർഷിയ സിൽസില തന്നെ പ്രത്യേകിച്ച് കാശ്മീർ ഭാഗത്ത് കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടത് പോലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുപോലെ ഇന്ത്യൻ സാധുക്കളുമായും സന്യാസികളുമായും ഇവിടുത്തെ ഹൈന്ദവ ചിന്തകളുമായിട്ടുമുള്ള ആദാന പ്രദാനങ്ങളും കൂട്ടിക്കൊടുക്കലും എല്ലാത്തിൻ്റെയും ഭാഗമായി ഉണ്ടാവുന്ന ഈ സിൻക്രറ്റിക് സൂഫിസവും അതും ഈ ഒരു തരത്തിൽ ഇൻഡോ മുസ്ലിം കൾച്ചറിൻ്റെ ഡെവലപ്മെൻ്റ് ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അക്ബറിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ദീനെ ഇലാഹി എന്നുള്ളത് ക്രിട്ടിക്കലായി കാണേണ്ട ഒരു വിഷയമാണെങ്കിൽ പോലും അത് ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ഇസ്ലാം ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ഏകോപിച്ചുകൊണ്ട് അക്ബർ തന്നെ രൂപീകരിച്ച ഒരു മത രീതിയാണ് ദീനെ ഇലാഹി. അതുപോലും മുസ്ലിങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ ഒരു തരത്തിൽ മതപരമായ മേഖലകളിലും ജീവിത ഭാഷ ഭക്ഷണ മേഖലകളിലുമെല്ലാം ശക്തമായ സ്വാധീനം ചെലുത്താൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊരു മേഖല വൈജ്ഞാനിക മേഖലയാണ്. നേരത്തെ വിശദീകരിച്ചതുപോലുള്ള എല്ലാ മുസ്ലിം ഭരണകൂടങ്ങളും ഇന്ത്യയിൽ എത്തുമ്പോൾ ആദ്യം അവർ പ്രധാനമായും ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന വിജ്ഞാനത്തോടുള്ള സമീപനം മാറ്റുക എന്നുള്ളതാണ്. വിജ്ഞാനം എന്നുള്ളത് അത് പഠിപ്പിക്കുകയും ചെയ്തത് ഇന്ത്യയിലെ ഒരു സമൂഹം മാത്രമായിരുന്ന പശ്ചാത്തലത്തിൽ അതല്ല, അങ്ങനെയല്ല വേണ്ടതെന്നും വിജ്ഞാനം പൊതുവാണ് എന്നുള്ളതെന്നുമുള്ളൊരു കാഴ്ചപ്പാട് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നതായി പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മദ്രസ സംവിധാനത്തിൻ്റെ വ്യാപനം, മദ്രസകളുടെ വ്യാപനം, അതിൻ്റെ ബിൽഡിങ്ങുകളുടെ നിർമ്മാണങ്ങളെല്ലാം അത് ഈ വിജ്ഞാനത്തിൻ്റെ വികാസത്തിന് കാരണമായി മാറുന്നുണ്ട്. ഖുവത്തുൽ ഇസ്ലാം പോലുള്ള മംലൂക്കുകളുടെ ഭരണകാലത്തിലാവട്ടെ, പിന്നീട് അക്ബർ ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിലും ഷാജഹാൻ്റെ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലുമെല്ലാമുള്ള വൈജ്ഞാനിക വികാസത്തിന് വേണ്ടിയിട്ടുള്ള മദ്രസകളുടെ ശൃംഖലകളുടെ നിർമ്മാണങ്ങളെല്ലാം നടക്കുന്നത് ഈ വിജ്ഞാനത്തോടുള്ള ഇവരുടെ സമീപനമായിരുന്നു. വിജ്ഞാനം എന്നത് സാമ്പ്രദായിക ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്കപ്പുറം അത് സയൻസ് അടക്കമുള്ള വിവിധ വിഷയങ്ങളെക്കൂടും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ നടന്നിരുന്ന് നമുക്ക് അറിയുവാൻ കഴിയും. അതുപോലെ തന്നെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനങ്ങളിലൊന്നാണ് മദ്രസെ റഹീമിയ എന്ന് വിളിക്കപ്പെടുന്ന ഷാ വലിദ് ദഹ്ലവിയുടെ പിതാവായിരുന്ന ഷെയ്ഖ് അബ്ദുറഹീമിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഡൽഹി കേന്ദ്രീകരിച്ചിരുന്ന മദ്രസ സ്ഥാപനം. അതുപോലും ആ ഒരു സ്ഥാപനത്തിലൂടെ നിരവധി പണ്ഡിതന്മാരെയും പരിഷ്കർത്താക്കളെയും വിപ്ലവകാരികളെയും രൂപീകരിക്കുവാൻ ആ സ്ഥാപനത്തിന് കഴിഞ്ഞതായി നമുക്കറിയാൻ കഴിയും. ഈ മദ്രസ സ്ഥാപനത്തിൻ്റെ സംവിധാനത്തിലൂടെ ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രത്യേകത, ഒരു മദ്രസകൾ പണിയുമ്പോൾ
അവിടുത്തെ ആ ഭാഗത്തെ ഒരു നഗര രൂപീകരണത്തിനും കൂടി കാരണമാവുന്നുണ്ട്. മദർസ രൂപീകരണം മസ്ജിദുകളുടെ രൂപീകരണത്തിലൂടെയും വഴിയൊരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള ലോഡ്ജുകൾ, ഹോസ്റ്റലുകൾ, സറായികൾ അടക്കമുള്ള, കിച്ചൺ അടക്കമുള്ള വിവിധ സംവിധാനങ്ങൾ അതിൻ്റെ കൂടെ ചേർന്നും രൂപീകരിക്കപ്പെടുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിൽ നിരവധി മേഖലകളിൽ ഒരു ഇൻഡോ മുസ്ലിം കൾച്ചറിൻ്റെ വികാസത്തിലേക്കും മദർസകളുടെ രൂപീകരണത്തിലൂടെ ഇൻഡോ മുസ്ലിം കൾച്ചറിൻ്റെ വികാസത്തിലേക്കും വൈജ്ഞാനികമായ വികാസത്തിലേക്കും നയിക്കുന്നതായും നമുക്ക് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല സാഹിത്യപരമായ മേഖലകളാണ്. ഇന്ത്യയിലേക്ക് വന്ന അറബ്, പേർഷ്യൻ, സെൻട്രൽ ഏഷ്യയിലെ വിവിധ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ തുർക്കി, അഫ്ഗാനി ഭരണാധികാരികളും പണ്ഡിതന്മാരും അവരുടെ ഭാഷകളിൽ വിവിധ കാലഘട്ടങ്ങളിലൂടെ നിരവധി സാഹിത്യങ്ങൾ രചിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൽ തുസ്കൈ ബാബരി അടക്കമുള്ള ചഗ്തായ്, തുർക്കിഷ് ചഗ്തായ് ഭാഷയിൽ എഴുതിയ ബാബറിൻ്റെ ഓർമ്മകൾ, അതുപോലെ തന്നെ അങ്ങനെ നിരവധി അറബി ഭാഷയിൽ തന്നെ എഴുതിയ കിതാബുൽ ഹിന്ദ്, അൽബിറൂനിയുടെ കിതാബുൽ ഹിന്ദ്, അതല്ലാതെ തന്നെ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ അറബി മലയാളത്തിലെ രചനകൾ, തമിഴ്നാട്ടിൽ അറബ് തമിഴ് അല്ലെങ്കിൽ അറബി ഭാഷയിൽ എഴുതിയ അവരുടെ രചനകൾ എന്നതും ഈ ഒരു ഇൻഡോ മുസ്ലിം കൾച്ചറിൻ്റെ ഒരു ഭാഗമായി മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിക പ്രചാരണത്തിന് വന്ന പണ്ഡിതന്മാർ അവർ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഹീറോകളെ ഇന്ത്യൻ മിത്തുകൾ അനുസരിച്ചിട്ടുള്ള മഹാഭാരത, രാമായണ രീതികളിൽ പോലും അവതരിപ്പിക്കുന്ന തരത്തിൽ രചനകൾ ഉണ്ടായതായും ആ ഒരു തരത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ അവർ ശക്തിപ്പെടുത്തുന്നതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇങ്ങനെ അത് ഒരുപക്ഷെ സാമ്പ്രദായിക മതവിജ്ഞാന തഫ്സീർ ആവട്ടെ, ഫിഖ്ഹ്, ഹിസ്റ്ററി, അറബി ഭാഷയുടെ പഠനങ്ങൾ അടക്കമുള്ള ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളിലും മേഖലകളിലും സാഹിത്യ രചനകൾ നടത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ആർട്ട്, അതായത് ഈ മുസ്ലിങ്ങൾ അവരുടെ കലാപരമായതും അതുപോലെ തന്നെ ആർക്കിടെക്ചറിലും മേഖലയിലുമുള്ള സംഭാവനകളാണ്. ഈ എല്ലാ ഭരണാധികാരികളും അത് മാലിക് ദീനാറിൻ്റെ കാലഘട്ടം തന്നെ മുതൽ തുടങ്ങി അവസാനം വരെ ഉണ്ടായിരുന്ന എല്ലാ നവാബ്, സുൽത്താൻ ഭരണാധികാരികളും അവരുടെ കാലഘട്ടങ്ങളിൽ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് മസ്ജിദുകൾ രൂപപ്പെടുത്തുക, മദ്രസകൾ രൂപപ്പെടുത്തുക, ഷോപ്പിംഗ് കോംപ്ലക്സുകളും കിച്ചനുകളും സറായികളും ലോഡ്ജുകളും ഹോസ്റ്റലുകളും കോട്ടകളും കൊട്ടാരങ്ങളും പണിയുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം അത് ഒരു വിവിധ വാസ്തുവിദ്യയുടെ വിവിധ വ്യവഹാരങ്ങൾ ഒരുപോലെ പങ്കുകൊണ്ടതായി നമുക്ക് കാണുവാൻ കഴിയും. അത് ഈ കേരളത്തിലെ തന്നെ വാസ്തുവിദ്യ ആവട്ടെ, അറബ് രീതിയിലുള്ള അറബസ്ക് മോഡലുള്ളതാവട്ടെ, സെൻട്രൽ ഏഷ്യൻ, പേർഷ്യൻ, തുർക്കിക് വാസ്തുവിദ്യകളാവട്ടെ, ഇതെല്ലാം ഒരുപോലെ ഈ വിവിധ നൂറ്റാണ്ടുകളിലൂടെ മുസ്ലിങ്ങൾ ഇവിടെ ആ മാതൃകകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആർക്കിടെക്ചറിൻ്റെ വികാസത്തിന് കാരണമായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ത്യയിൽ എവിടെ പോയാലും മുസ്ലിങ്ങൾ പണിഞ്ഞ ബിൽഡിങ്ങുകൾ, അതിൻ്റെ പ്രൗഢി ആ ഒരു കാലഘട്ടത്തിലെ ആർക്കിടെക്ചറിൻ്റെ മുസ്ലിങ്ങളുടെ റോള് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആർട്ട്, മ്യൂസിക് പോലുള്ള മേഖല, കലാപരമായ മേഖല. കേരളത്തിലെ മുസ്ലിങ്ങൾ തന്നെ മാപ്പിളപ്പാട്ടുകളുടെയും കഥകളുടെയും കവിതകളുടെയും, അത് അറബിയും അറബി മലയാളവും മലയാള ഭാഷകളിലും നൂറ്റാണ്ടുകളായി അവർ കൈകാര്യം ചെയ്തു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മാപ്പിളപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, പക്ഷിപ്പാട്ടുകൾ അടക്കമുള്ള പാട്ടുകളുടെ വിവിധ രീതികൾ അത് മലയാളികൾ ചെയ്തതായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഉറുദു ഭാഷകളിൽ ഗസൽ പോലുള്ള, ഖവ്വാലി പോലുള്ള സംഗീത രീതികൾ രൂപപ്പെടുത്തുക, അതിന് ഡാൻസ് മേഖലയിൽ തന്നെ സൂഫി നൃത്തം എന്നറിയപ്പെടുന്ന സമാ ഡാൻസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് മുസ്ലിങ്ങളായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ അത് നൃത്തരൂപങ്ങളിലൊന്നായ കോൽക്കളികൾ, ഒപ്പന, ദഫ്പാട്ട്, അറബനമുട്ടടക്കമുള്ള വിവിധ നാട്യരൂപങ്ങൾ പോലും മുസ്ലിങ്ങൾ കലാരംഗത്ത് വികസിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഒരു ഇൻഡോ മുസ്ലിം കൾച്ചറിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച കലാപരമായ മേഖലകളും കൂടി ഉള്ളതാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മൾ പല ഭാഗങ്ങളായി വിശദീകരിച്ച നഗരവൽക്കരണം.
നഗരവൽക്കരണത്തിന് പല കാര്യങ്ങളായി ഞാൻ വിശദീകരിച്ചിരുന്നു. അതായത് അതിലുണ്ടായിരുന്ന മദർസകളുടെ രൂപീകരണം, ബിൽഡിങ്ങുകളുടെ രൂപീകരണം, കൊട്ടാരങ്ങളും പാലസുകളുടെ രൂപീകരണം, ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും സറായികളുടെയും രൂപീകരണം, അതുപോലെ തന്നെ ഈ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി അതിനാവശ്യമുള്ള സെൻറ്ററുകളുടെ രൂപീകരണം, കോസ്റ്റൽ ഏരിയകളിൽ പ്രത്യേകിച്ച് കാലിക്കറ്റ്, കണ്ണൂർ അടക്കമുള്ള, അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ ഭാഗത്തുള്ള കോസ്റ്റൽ ഏരിയകൾ മുസ്ലിം ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയ അവരുടെ വിവിധ സ്ഥാപനങ്ങൾ, അതെല്ലാം നഗര രൂപീകരണത്തിന് കാരണമായി മാറുന്നുണ്ട്. ഈ കേരളത്തിൽ തന്നെ കൊല്ലം, തിരുവനന്തപുരം, കരുനാഗപ്പള്ളി ഭാഗങ്ങളിലും ആലപ്പുഴ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരപ്രദേശങ്ങളിൽ അതിന് നഗരമായി രൂപപ്പെടുന്നതിലും മുസ്ലിങ്ങളുടെ കച്ചവടത്തോടുള്ള താല്പര്യം പ്രധാന കാരണമായി മാറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നഗരത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റിൽ അത് മനസ്സിലാക്കേണ്ടത് മുസ്ലിം പണ്ഡിതന്മാർ തിയറിറ്റിക്കലായി പോലും സമീപിച്ചതായി നമുക്ക് കാണാം. അത് ഷാവുലിദ ദഹ്ലവി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി ആയിരുന്ന ഇർത്തിഫാഖാത്ത് എന്നുള്ള ചിന്തയിൽ അദ്ദേഹം ഒരു നാഷണൽ ബിൽഡിങ്ങിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് ചിന്തിക്കുകയാണ് ഇർത്തിഫാഖാത്ത് എന്നുള്ള ചിന്തയിൽ. വ്യക്തിയുടെ വികാസത്തിലൂടെ ഫാമിലി ഉണ്ടാവുകയും ഫാമിലികളുടെ വികാസത്തിലൂടെ മദീന നഗര രൂപീകരണം ഉണ്ടാവുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഈ വികാസം സംഭവിച്ച നിരവധി മദീനകളിലൂടെ ഒരു ദേശമുണ്ടാവുന്ന ചിന്ത അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ദേശത്തിലൂടെ ഖിലാഫത്ത് എന്നുള്ള ചിന്തയിലേക്കും അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഷാവുലിദ ദഹ്ലവി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ പോലും നഗരം പ്രധാന ഭാഗമായി വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അദ്ദേഹം ദഹ്ലവിയാണ്, ഡൽഹിക്കാരനായിരുന്നു. അന്ന് ഡൽഹി എന്നുള്ളത് മുഗൾ ഡൈനാസ്റ്റിയുടെ ഭരണസ്ഥിര കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സാംസ്കാരിക, സാമൂഹിക, നഗരപരമായ, മതപരമായ, രാഷ്ട്രീയപരമായ എല്ലാ വ്യവഹാരങ്ങളുടെയും സ്ഥിരാകേന്ദ്രവും കൂടിയാണ്. എന്ന് മാത്രമല്ല, ഷാവുലിദ ദഹ്ലവി ഒരു ഘട്ടത്തിൽ മുഗൾ ഡൈനാസ്റ്റി അവർ ജാട്ട് മറാഠ ഗോത്രങ്ങളിൽ നിന്ന് ഭീഷണി നേരിട്ട പശ്ചാത്തലത്തിൽ അഹമ്മദ് ഷാ അബ്ദാലിയെ പോലുള്ള ഭരണാധികാരിയെ കത്തയച്ചു വിളിച്ചു വരുത്തുകയും അവരെ പരാജയപ്പെടുത്തി മുഗൾ ഡൈനാസ്റ്റിയുടെ അധികാരം നിലനിർത്തുന്ന ഒരു രീതി പോലും അതിലേക്ക് നയിച്ച നടപടി ഷാവുലിദ ദഹ്ലവിയുടെ പ്രവർത്തനത്തിൽ തന്നെ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയാണ്. അതായത് ഒരു നഗര രൂപീകരണവും നഗരത്തിൻ്റെ വളർച്ചയും നഗരത്തിൻ്റെ നിലനിൽപ്പും നഗരത്തിൽ ഒരു മുസ്ലിം ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പും ഒരുപോലെ ആഗ്രഹിച്ച ആളായിരുന്നു ഷാവുലിദ ദഹ്ലവി. ഇതൊരു തിയറിറ്റിക്കൽ പശ്ചാത്തലത്തിലാണെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന വിവിധ മുസ്ലിം ഭരണാധികാരികളും ഈ നഗര രൂപീകരണത്തിലും ബിൽഡിങ്ങുകളുടെ രൂപീകരണത്തിലും അത് കച്ചവട മേഖലയിലാണെങ്കിലും നയതന്ത്ര മേഖലയിലാണെങ്കിലും എല്ലാം വളരെ നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ചവരാണ് ഇവരെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഈ ഇന്ത്യൻ മുസ്ലിം ഭരണകൂടങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിൽ ഇവിടെ ചെലുത്തിയ സ്വാധീനങ്ങൾ. സ്വാഭാവികമായി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭരണരീതികളിൽ വളരെ സിസ്റ്റമാറ്റിക്കായ, വളരെ ഓർഗനൈസ്ഡായ, വളരെ സെൻട്രലൈസ്ഡായ ഭരണ സംവിധാനമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ വളരെ ഒരു വിലായത്ത് സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗവർണറേറ്റ് സിസ്റ്റവും കൂടി അവർ രൂപപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ വളരെ നിയതമായ ബൈത്തുൽ മാൽ സിസ്റ്റം, ഒരു ട്രഷറി ഖജനാവ് സിസ്റ്റവും രൂപീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇന്ത്യൻ ഭരിച്ചിരുന്ന വിവിധ ഹിന്ദു ഭരണാധികാരികളെല്ലാം ഖജനാവിനെ അതൊരു ദേവസ്വരൂപങ്ങളിലേക്ക്, അമ്പലങ്ങളിലേക്ക് ബന്ധിപ്പിക്കുകയും പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ മുസ്ലിങ്ങൾ ഖജനാവിന് പ്രത്യേകമായ ബിൽഡിംഗ് രൂപപ്പെടുത്തുകയും കാര്യസ്ഥന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ നിയമിക്കുന്നതൊക്കെ അതിൻ്റെ വളരെ സൗകര്യമുള്ള സുതാര്യമായ വ്യവഹാരങ്ങൾക്കും കൂടി, സാമ്പത്തിക വ്യവഹാരങ്ങൾക്കും കൂടി വേണ്ടിയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവിലെ പ്രധാനപ്പെട്ട മേഖല നീതിന്യായ വ്യവസ്ഥയാണ്. അതായത് നേരത്തെ വിശദീകരിച്ചതുപോലെ മുഹമ്മദ് ഖാസിം അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യൻ ഹിന്ദുക്കളോട് എങ്ങനെ സമീപനം സ്വീകരിക്കണമെന്നുള്ള രീതികൾ വിശദീകരിച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള വളരെ നിയതമായ സംവിധാനങ്ങൾ അദ്ദേഹം ഒരുക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ മുസ്ലിം ഭരണാധികാരികളും ഖാദി ഖുദാത്ത് വ്യവസ്ഥകളും
വളരെ ഉയർന്ന ജുഡീഷ്യറി സംവിധാനങ്ങളും മുഫ്തി വ്യവസ്ഥകളും എല്ലാം ഇവർ രൂപീകരിക്കുന്നതായി കാണുവാൻ കഴിയും. ഏറെക്കുറെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സുതാര്യമായ നിയമവ്യവസ്ഥ, ഒരു ഇൻഡിപെൻഡൻ്റ് ആയ ഭരണാധികാരിക്കൊപ്പം തന്നെ പവറുള്ള ഒരു ജസ്റ്റിസ് സംവിധാനമാണ് ഇവർ ഒരുക്കിയെന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറെക്കുറെയൊക്കെ ഒരു ഹാർമണി ജനങ്ങൾക്ക് നൽകുവാൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് വ്യവസ്ഥയിലൂടെ മുസ്ലിങ്ങൾക്ക് പല ഭാഗങ്ങൾ കഴിഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടുകളോളം ഇവർക്ക് കഴിഞ്ഞത്. ഇവർ ഭരണകൂടം മാറുന്നത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഫൈറ്റിലൂടെയാണ്, അല്ലാതെ ഇവിടുത്തെ ജനതയുമായിട്ടുള്ള ഫൈറ്റിലൂടെ ആയിരുന്നില്ല. മറ്റു മുസ്ലിം ഭരണകൂടങ്ങൾ വന്ന് ഒരാളെ അടിച്ചിടുകയും അങ്ങനെ അധികാരത്തിൽ ചേർന്ന ചരിത്രത്തിലൂടെയാണ് ഭരണമാറ്റം സംഭവിക്കുന്നത്. എന്നാലും അവർ ഭരിക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ജനങ്ങളോട് നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള ഒരു ചിന്ത അവരിലുണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ഹുമയൂൺ പോലുള്ള ഭരണാധികാരികളുടെ വസിയത്തുകൾ അക്ബറിന് കൊടുക്കുന്നത് കാണുവാൻ കഴിയും. ഇവിടെയുള്ള ജനങ്ങളോട്, പ്രത്യേകിച്ച് ഹിന്ദുക്കളോടുള്ള സമീപനം സുതാര്യമായിരിക്കണം എന്നുള്ളതൊക്കെ ഉപദേശം നമുക്ക് കാണുവാൻ കഴിയും. ഈ ഉപദേശങ്ങളിലൂടെ തന്നെയാവാം ഒരുപക്ഷെ അക്ബർ സുൽഹേക്കുൽ എല്ലാ ചിന്തകളുടെയും ഉള്ള ഒരു രഞ്ജിപ്പി എന്നുള്ള അർത്ഥത്തിൽ ദീന ഇലാഹി പോലുള്ള മതങ്ങളുടെ രൂപീകരണവും ഇന്ത്യയിലെ ഹിന്ദുക്കളെ തന്നെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു ആശയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും കൂടിയാവാം. അല്ലെങ്കിൽ ദർബാറിൽ നിറഞ്ഞു നിൽക്കുന്ന മതസംവാദ വാദപ്രതിവാദങ്ങളിൽ മനം നൊന്നിട്ടുള്ള അല്ലെങ്കിൽ മനം മടുത്തിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ നിയമ നടപടിയും കൂടിയാവാം. എന്നിരുന്നാലും തന്നെയും ഈ ദീന ഇലാഹി പോലും അഡ്മിനിസ്ട്രേറ്റീവ് വ്യവസ്ഥയിൽ അക്ബർ കൊണ്ടുവരുന്നത് ഒരു ഇൻക്ലൂസീവായ വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടിയാണ് എന്നുള്ളൊരു ചരിത്ര വായനയും കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു തരത്തിൽ മറ്റൊരു സംവിധാനവും കൂടിയാണ് അക്ബർ തന്നെ ഒരു ഘട്ടത്തിൽ ജിസിയ നിരോധിക്കുന്നതുണ്ട്. കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ഭരണാധികാരികളുടെ സാമ്പത്തിക വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ജിസിയ സിസ്റ്റം. ഇവിടെ ടാക്സ്, അതായത് നോൺ മുസ്ലിംസിൽ നിന്നുള്ള ടാക്സ് വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ പലപ്പോഴും ജിസിയകളുടെ ഒരു അതിക്രമം സംഭവിക്കുന്നതായും ഈ അതിക്രമം അത് അധികരിച്ചത് കൊണ്ടാണ് അക്ബർ ജിസിയ നിരോധിച്ചത് എന്നുള്ള ഒരു ചരിത്ര വായനയുണ്ട്. അതല്ല, ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റുകളെ പ്രീതിപ്പെടുത്തുവാനുള്ള ഒരു നിയമ നടപടിയും കൂടിയായിരുന്നു ജിസിയ നിരോധനം എന്നുള്ള മറ്റൊരു വായനയുമുണ്ട്. എന്നാൽ പോലും ജിസിയയോടുള്ള സമീപനം വിവിധ ഭരണകൂടങ്ങൾ വേണ്ട രീതിയിൽ നിലനിർത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ ഭരണ സംവിധാനത്തിലൂടെ, അതുമാത്രമല്ല ഭരണ സംവിധാനത്തിലൂടെ കുറച്ചും കൂടെ സുതാര്യമായ സാഹചര്യം രൂപപ്പെടുത്തുന്നുണ്ട്. നേരത്തെ വിശദീകരിച്ചതുപോലുള്ള അധകൃതരായ അടിമകളായ ആൾക്കാർക്ക് പോലും ഇന്ത്യൻ ഭരണവ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കുന്നതിലും ഭരണാധികാരികളായി മാറുന്നതിലും മംലൂക്ക് രാജവംശം എന്നുള്ള രാജവംശം പോലും ഉണ്ടാവുന്നതിലും മുസ്ലിങ്ങളുടെ കാലഘട്ടം പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ നേവി പോലുള്ള വിഷയം. നാവിക മേഖലകളിൽ ഹിന്ദുക്കൾക്ക് മതപരമായ ഒരു നിരോധനം ഉള്ളതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ടും ഈ മേഖലകളിലെല്ലാം ശക്തമായ ഒരു നാവിക സൈന്യം രൂപപ്പെടുത്തുകയും അത് ഇന്ത്യയിലെ ഭരണ സംവിധാന മേഖലകളിൽ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നതിലേക്കും ഭരണത്തലവന്മാരും സൈനിക തലവന്മാരുമായി ഇവർ മാറുന്നതിലേക്കും ഈ ഒരു ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ ചരിത്രത്തിലൂടെ നിരവധി മേഖലകളിൽ സാംസ്കാരിക, രാഷ്ട്രീയ, മതപരമായ, സാമൂഹികമായ, ഭാഷാപരമായ നിരവധി മേഖലകളിൽ ശക്തമായ പൈതൃകങ്ങൾ ഉണ്ടാക്കുകയും അടയാളങ്ങൾ അവശേഷിപ്പിക്കുകയും ചെയ്ത ഒരു ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.